ഇന്ന് മലങ്കര സഭയിലെ ചില വൈദികർ കാണിച്ചു കൂട്ടുന്നത് സഭയ്ക്ക് ഗുണമോ അതോ ദോഷമോ. വൈദികർക്ക് എന്തും ചെയ്യാമെന്ന തോന്നൽ അത്ര നല്ലതല്ല. വൈദികർ സഭയുടെ ഭാഗമാണ്, വിശ്വാസികളെ നേർവഴിക്ക് നയിക്കേണ്ടവരാണ്. ഇത് പറയാൻ കാരണം പരിശുദ്ധ സുന്നഹദോസ് കഴിഞ്ഞ ദിവസം കോട്ടയം ദേവലോകത്ത് ചെന്ന് സത്യാഗ്രഹം ഇരുന്നവരുടെ കൂട്ടത്തിൽ 3 വൈദികരെ കണ്ടിരുന്നു. തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വൈദികർ മാത്രമല്ല, സഭയുടെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരുമാണ്. തിരുവനന്തപുരം ഭദ്രാസന മെത്രാപൊലീത്തയായ ഗബ്രിയേൽ തിരുമേനി ഭരണഘടനാ ലംഘനം നടത്തുന്നതിന് നേതൃത്വം നൽകുന്നുവെന്നും അതുകൊണ്ട് തിരുമേനിയെ സുന്നഹദോസ് തിരിച്ചു വിളിക്കണമെന്നുമാണ് ഈ സമര നേതാക്കളുടെ ആവശ്യം. ഈ ഭദ്രാസന മെത്രാപൊലീത്ത കൽപ്പന നൽകി പള്ളികളിൽ നിയമിച്ചാക്കിയ 3 വൈദികർ അദ്ദേഹത്തിനെതിരെ ദേവലോകത്ത് പോയി പ്ലക്കാർഡും പിടിച്ച് ധർണ നടത്തുകയും അതിന്റെ ഫോട്ടോ എടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്തതിന് തക്ക നടപടി ആ സുന്നഹദോസിൽ തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു. ഈ 3 വൈദികരും അവരിപ്പോഴുള്ള പള്ളികളിൽ കുർബാന ചൊല്ലുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ടും പകരം താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടുമുള്ള കൽപ്പന മെത്രാപൊലീത്ത ഉടൻ ഇറക്കേണ്ടതായിരുന്നുവെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ഒന്നും നടന്നില്ല. മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ വൈദികരെ മാത്രം അയാളിരുന്ന പള്ളിയിൽ നിന്നും മാറ്റി മറ്റൊരു പള്ളിയിലേക്ക് വിട്ടു. അതും ആ തട്ടിപ്പ് കേസിലെ ആരോപണത്തിന്റെ പേരിലാണ്, അല്ലാതെ സമരം ഇരുന്നതിന്റെ പേരിലല്ല. അതുപോലെ അങ്കമാലി ഭദ്രാസനത്തിലെ ചില ആളുകളും സമരം ഇരിക്കാൻ ചേർന്നു. ഇത് നല്ലൊരു കീഴ്വഴക്കമല്ല. ഇങ്ങനെയാണെങ്കിൽ എല്ലാ ഭദ്രാസനങ്ങളിലെയും ആളുകൾ സമരവുമായി ദേവലോകത്ത് ചെന്നാൽ മതിയല്ലോ. നടപടിയെടുക്കേണ്ട സമയത്ത് നടപടിയെടുത്തില്ലെങ്കിൽ ഇപ്പോൾ കത്തോലിക്ക സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന പോലെ ഇവിടെയും നടക്കും. ഒരു പക്ഷേ അരമനകൾ ഈ വൈദികർ കയ്യേറിയെന്നും വരും. അതാണ് എറണാകുളത്ത് കണ്ടത്. നുള്ളേണ്ടത് മുളയിലേ നുള്ളണം. ക്യാൻസർ ബാധിച്ച ഭാഗം മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് ശരീരം മുഴുവൻ ബാധിക്കും. ഇതും ഒരുതരം ക്യാൻസർ ആണ്. തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ക്യാൻസർ മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതിന്റെ മറ്റൊരു തെളിവാണ് ബാവാപ്പറമ്പും പാളയം പള്ളിയും എന്തും ചെയ്യാൻ മടി കാണിക്കാത്തവരാണെന്ന് തെളിയിച്ചു തന്നില്ലേ. 1ഉം 2ഉമാണോ? 6 കേസല്ലേ പരിശുദ്ധ കത്തോലിക്ക ബാവയ്ക്കെതിരായി വിവിധ കോടതികളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് മറ്റു പള്ളികളിലേക്കും പടർന്നു പിടിക്കാതിരിക്കാൻ മരുന്ന് നൽകി ചികിത്സിക്കണം. അത്താഴപ്പട്ടിണിക്കാർ ഇടുന്ന സ്തോത്രക്കാഴ്ചയാണ് ഈ കേസുകൾ നടത്താൻ ചിലവാക്കുന്നത്, അല്ലാതെ ആരുടെയും കുടുംബത്തു നിന്ന് കൊണ്ടുവന്നതല്ല. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഭദ്രാസന സെക്രട്ടറിയാണ്. അദ്ദേഹം പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുകയാണ്? അദ്ദേഹം മാത്രമേ ഇവിടെ ഭദ്രാസന സെക്രട്ടറിയായി വന്നിട്ടുള്ളൂ. വലിയ പ്രതീക്ഷയോടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിപ്പിച്ച വിശ്വാസികൾ ഇപ്പോൾ തലയിൽ കൈയും വെച്ച് ശപിക്കുകയാണ്. ഏതായാലും മലങ്കര സഭയുടെ ഈ പോക്ക് ശരിയല്ലെന്നേ പറയുവാനുള്ളൂ.